ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീട് പണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായിതാ മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. ഇത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റം നടന്ന സ്ഥലത്ത് നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു.
മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. മൂന്നാർ കന്നിമലയിൽ ബൈക്ക് യാത്രികരെ പടയപ്പ ആക്രമിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ ആനുവൽ ക്യാമ്പ് സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റം നടന്ന സ്ഥലത്ത് നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് വിവരം. ഫയലിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നീലക്കുറിഞ്ഞി നശിപ്പിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്നത്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. നിയമം ലംഘിക്കുന്നവരെ 1972 കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം. 3 വർഷം വരെ തടവും 25,000 രൂപ പിഴയുമാണ് ശിക്ഷ. ചൊക്രമുടിയുടെ താഴ്ഭാഗത്തെ അനേകം മരങ്ങളും കയ്യേറ്റക്കാർ നശിപ്പിച്ചെന്നും വെട്ടിക്കടത്തിയെന്നും നാട്ടുകാർ പറയുന്നു. എന്നാൽ വനംവകുപ്പും ജൈവ വൈവിധ്യ ബോർഡും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി വനംവകുപ്പ് വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകിയത്. 2014 ഇതിനു മുൻപ് ചൊക്രമുടിയിൽ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിട്ടത്. ഇനി 2026 നീലക്കുറിഞ്ഞി പൂവിടേണ്ടതായിരുന്നു. എന്നാൽ ചൊക്രമുടിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയമുള്ള ഭൂമിയിലെയും സർക്കാർ ഭൂമിയിലെയും നീലക്കുറിഞ്ഞി വ്യാപകമായി നശിപ്പിച്ചു. ഭൂമി പ്ലോട്ടുകളായി തിരിച്ചതിനാൽ ഇനിയൊരു കുറിഞ്ഞിപ്പൂക്കാലം ഉണ്ടാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. മൂന്നാർ കന്നിമലയിൽ ബൈക്ക് യാത്രികരെ പടയപ്പ ആക്രമിച്ചു. കാട്ടാനാക്രമണത്തിൽ 2 പേർക്ക് പരിക്ക് സംഭവിച്ചു. മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ആക്രമണം തുടരുകയാണ്. മൂന്നാർ മറയൂർ റോഡിൽ കഴിഞ്ഞ രാത്രിയിലും കാട്ടാന പരാക്രമം നടത്തി. കന്നിമല ബംഗ്ലാവിന് സമീപം വെച്ച് കാട്ടാന ബൈക്ക് യാത്രികരെ ആക്രമിച്ചു. കന്നിമല സ്വദേശികളായ 2 പേർക്ക് ആനയുടെ പരാക്രമത്തിൽ പരിക്കേറ്റു. ഇവരെ പിന്നീട് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. நமக்கு மூணாறில் ஜவுளி கடையில் ஒரு ஆள் வேலை பார்த்துட்டு தம்பி 2 பேர் சித்தப்பா பையங்க கன்னிமலைக்கு வந்துக்கிட்டு இருக்கிற நேரத்தில் யானை பைக்கோடு அடித்து 2 பேரையும் தூக்கி எரிஞ்சிச்சு. அதாவது எப்போதுமே இந்த பிரச்சனை இருக்குது. இதை ஃபாரஸ்ட் ஆஃபீஸரோ எல்லாருக்குமே நம்ம பந்தப்பட்டு சொல்லிட்டு தான் இருக்குது. யாருமே அதை கண்காணிக்கல. மெயின் ரோட்டில் வரும்போதே தான் அடிச்சிருச்சு. இப்போ அடித்து 2 பேருக்குமே முடியாமல் எந்திரிச்சு நடக்க முடியாத சூழ்நிலையில் இருக்குது. இப்போ அந்த 2 பேரும் அண்ணன் தம்பி இருக்கிற இடத்துல எங்களுடைய சித்தப்பா தான் அவர். യുവാക്കൾ ഇരുചക്രവാഹനത്തിൽ മൂന്നാറിൽ നിന്നും പോകവെ റോഡിൽ നിലയുറപ്പിച്ചിരുന്ന ആനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. ആന ആക്രമിച്ചതോടെ ഇവർ ഓടി രക്ഷപ്പെട്ടു. അരമണിക്കൂറോളം വാഹനഗതാഗതം തടസ്സപ്പെടുത്തി പടയപ്പ റോഡിൽ നിലയുറപ്പിച്ചു. പിന്നീട് RRT സംഘമെത്തി പടയപ്പയെ തുരുത്തി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കാട്ടുകൊമ്പൻ പടയപ്പ മദപ്പാടിലാണ്. മൂന്നാർ മറയൂർ റോഡിൽ ഇപ്പോൾ പടയപ്പയുടെ സാന്നിധ്യം പതിവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പടയപ്പയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക് സംഭവിച്ചിരുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ ആനുവൽ ക്യാമ്പ് സമാപിച്ചു. NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന SPC ക്യാമ്പ് സെറിമോണിയൽ പരേഡോടുകൂടിയാണ് സമാപിച്ചത്. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. 4 ദിവസമായി NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ ആനുവൽ ക്യാമ്പിന് സമാപനമായി. ഡിസൈൻ സ്ക്വാഡ് എന്ന പേരിൽ നടത്തിയ ക്യാമ്പിന്റെ സമാപനം കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡുകളോട് കൂടിയാണ് സമാപിച്ചത്. ജില്ലയിലെ 42 സ്കൂളുകളിൽ നിന്നുമുള്ള 650 സീനിയർ കേഡറ്റുകളാണ് 4 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികളിൽ പൗരബോധവും ലക്ഷ്യബോധവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ജനതയെ രൂപപ്പെടുത്തുക, പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുക, സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുക, പ്രകൃതി സ്നേഹവും പരിസ്ഥിതി സംരക്ഷണവും ഏറ്റെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2010 SPCക്ക് രൂപം നൽകിയത്. 14 വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് NRCT സ്കൂൾ ക്യാമ്പിന് വേദിയായത്.
ക്യാമ്പ് ദിനങ്ങളിൽ പരേഡ്, കൾച്ചറൽ പ്രോഗ്രാം, പ്രമുഖ വ്യക്തിത്വങ്ങളുമായുള്ള സംവാദം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിവിധ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച ഉടുമ്പൻചോല MLA MM മണി ക്യാമ്പ് സന്ദർശിച്ച് അനുഭവങ്ങൾ പങ്കുവച്ചു. എറണാകുളം റേഞ്ച് DIG ഡോക്ടർ സതീഷ് ബിനോ IPS, ഇടുക്കി പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS, SPC ജില്ലാ നോഡൽ ഓഫീസർ ഗിരീഷ് P സാരഥി, മൂന്നാർ DYSP അലക്സ് ബേബി എന്നിവരുമായി ക്യാമ്പിലെ കേഡറ്റുകൾ സംവാദം നടത്തി. ഇന്ന് രാവിലെ 8-ന് NRCT സ്കൂൾ ഗ്രൗണ്ടിൽ കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡും രാജാക്കാട് NRCT സ്കൂളിലെ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡും നടത്തി. റിയർ അർജുൻ ശ്രീജേഷ് നേതൃത്വം നൽകുന്ന 11-ാം നമ്പർ പ്ലറ്റൂൺ, പന്ത്രണ്ടാം നമ്പർ പ്ലറ്റൂണിന് നേതൃത്വം നൽകുന്ന കുമാരി അനന്തലക്ഷ്മി. ഇടുക്കി പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് IPS കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. നമ്മുടെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടരുക. ഉയർന്ന പൗരബോധം എന്നും നിങ്ങളിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ട്രെയിനിങ് കാലയളവിൽ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ട്രെയിനിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് മൂല്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അതെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര തുടരുക. അഡീഷണൽ ജില്ലാ നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു, രാജാക്കാട് CI V വിനോദ് കുമാർ, SI അജി അരവിന്ദ്, DI മധു ജോസഫ്, ജോസ്മി സുരേഷ് എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. സിറ്റി വിഷൻ, രാജാക്കാട്. റോഡ് ഉപരോധിച്ചു. ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂര്യനെല്ലി ടൗണിൽ സംഘടിപ്പിച്ച റോഡ് ഉപരോധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C മുരുകപാണ്ടി ഉദ്ഘാടനം ചെയ്തു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ദേശീയപാത ഉപരോധിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ. കിഴക്കൻ കാശ്മീരിയായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല. ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല. ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത്. നിർമ്മാണം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും MLAയുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നാളിതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിന്നക്കനാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം സംഘടിപ്പിച്ചത്. ചിന്നക്കനാൽ വിലക്ക് റോഡ്, സൂര്യനെല്ലി, ഗുണ്ടുമല റോഡുകളുടെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സൂര്യനെല്ലി ടൗണിൽ റോഡ് ഉപരോധിച്ചത്. രാവിലെ 7:30യോടുകൂടി ആരംഭിച്ച ഉപരോധ സമരം 1 മണിക്കൂറോളം നീണ്ടു. നിരവധി വാഹനങ്ങളും വിനോദസഞ്ചാരികളും റോഡിൽ കുടുങ്ങി. മണ്ഡലം പ്രസിഡന്റ് PL മണിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപരോധ സമരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് C മുരുകപാണ്ടി ഉദ്ഘാടനം ചെയ്തു. சின்னக்கானல் வரை உள்ள ரோடு இதே மீடியா முன்னாடி மக்கள் காங்கிரஸ் கட்சி ஒன்றிணைந்து இளைஞர் காங்கிரஸ் சார்பாகவும் காங்கிரஸ் கட்சி சார்பாகவும் பல்வேறு போராட்டங்களை நடத்தி ஒரு தீர்மானம் இல்ல, பஞ்சாயத்துக்கு எதிராக இந்த கிராம பஞ்சாயத்தில் உள்ள மெயின் ரோடுகளை மிகவும் மோசமாக சீரழிவாக இருக்கக்கூடிய ரோடுகளை சீரமைக்க வேண்டும் சொல்லி பஞ்சாயத்துக்கு எதிராக போராட்டம் நடத்தியும் எந்த தீர்மானமும் இல்லை. മാർച്ച് മാസത്തിന് മുന്നോടിയായി റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ദേശീയ ഉപരോധമടക്കമുള്ള സമരത്തിലേക്ക് കടക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാണ്ഡിരാജ്, R വള്ളിയമ്മാൾ, ഗൗരി പാൽക്കനി, വേളാങ്കണ്ണി, ബിജു P ആന്റണി, പ്രഭാകരൻ, രാജ, ചെല്ലം തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന പരിക്കിന്റെ പിടിയിൽ. ആനയുടെ കാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്.
കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. പടയപ്പയ്ക്കൊപ്പം മൂന്നാറിലെ വിവിധ ജനവാസ മേഖലകളിൽ പതിവ് സാന്നിധ്യമാണ് ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന. മൂന്നാർ നല്ലതണ്ണിയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായുണ്ട്. ഇതിനിടെയാണ് കാട്ടുകൊമ്പൻ പരിക്കിന്റെ പിടിയിലായിട്ടുള്ളത്. ആനയുടെ മുൻകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ആഴത്തിലുള്ള മുറിവ് സംഭവിച്ചിട്ടുണ്ട്. കാട്ടുകൊമ്പൻ പടയപ്പയുമായി ഏറ്റുമുട്ടിയതിനിടയിലാണ് ഒറ്റക്കൊമ്പന് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ് വനം വകുപ്പിന്റെ പ്രാഥമിക നിഗമനം. ഒരാഴ്ചക്ക് മുമ്പ് ഇതുപോലെ 2 ആനകൾ ഇതുപോലെ ഏറ്റുമുട്ടിയിരുന്നു. അപ്പോൾ പടയപ്പയും വേറൊരു ആനയുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. അപ്പോൾ പിറ്റേ ദിവസം തന്നെ പടയപ്പയെ നമ്മൾ കണ്ടെത്തുകയും അതിന്റെ ഫോട്ടോ എടുക്കുകയും അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് അത് നമ്മുടെ വെറ്റിനറി ഓഫീസർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം അതിന് പരിക്കുകളൊന്നും ഇല്ല എന്ന് നമ്മളോട് പറഞ്ഞു. അതിനുശേഷം ഈ 2ാമത്തെ ആനയെ അന്വേഷിച്ചു വരികയായിരുന്നു. അതിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെയാണ് കല്ലാറിലെ ചോല വനത്തിനുള്ളിലെ ആനയെ കണ്ടെത്തുന്നത്. അങ്ങനെ അത് വന്നപ്പോഴാണ് അതിന്റെ കാലിൽ പരിക്ക് കണ്ടെത്തിയത്. ആന നിലവിലുള്ളത് മൂന്നാർ നല്ലതണ്ണി കല്ലാർ ഭാഗത്താണ്. പരിക്ക് സംബന്ധിച്ച് പരിശോധനകൾക്കായി അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ എത്തും. പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആനയ്ക്ക് നിലവിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. സർപ്രൈസ് ഉണ്ട്. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. ഏതെത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്. സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. വീണ്ടും വാർത്തയിലേക്ക്. ചിന്നക്കനാൽ 301 കോളനിയിൽ വീണ്ടും വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം. ശനിയാഴ്ച രാത്രി 301 കോളനി ഇടിക്കുഴി സ്വദേശികളായ സാവിത്രി, ലക്ഷ്മി എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണം ഉണ്ടായത്.
ചിന്നക്കനാൽ 301 കോളനിയിൽ വീണ്ടും വീടുകൾക്ക് നേരെ കാട്ടാന ആക്രമണം. ശനിയാഴ്ച രാത്രി 301 കോളനി ഇടിക്കുഴി സ്വദേശികളായ സാവിത്രി, ലക്ഷ്മി എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായത്. ഈ സമയം 2 വീടുകളും ആളുകൾ ഉണ്ടായിരുന്നില്ല. 2 വീടുകളുടെയും ഭിത്തി തകർത്ത ചക്കക്കൊമ്പൻ വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് 301 കോളനിയിൽ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. 301 കോളനിക്ക് സമീപം ഇന്നലെ പകലും ചക്കക്കൊമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആനയിറങ്കൽ ജലാശയത്തിന്റെ മറുകരയിൽ ശങ്കരപാണ്ഡ്യമെട്ടിന് സമീപം മറ്റൊരു കാട്ടാനക്കൂട്ടവും ഇന്നലെ ഉണ്ടായിരുന്നു. സിറ്റി വിഷൻ, രാജകുമാരി. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റിൽ ക്യാരംസിൽ മിന്നുന്ന നേട്ടം കരസ്ഥമാക്കാനുള്ള പോരാട്ടത്തിലാണ് നെടുങ്കണ്ടത്ത് നിന്നൊരു അധ്യാപിക. മഞ്ഞപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്ന മാവടി LP സ്കൂളിലെ അധ്യാപികയായ സരിമോളാണ് നാഷണൽ മീറ്റിൽ പങ്കെടുക്കുന്നത്. ഓൾ കേരള സിവിൽ സർവീസ് മീറ്റിൽ ക്യാരംസിൽ ജേതാവായാണ് സരിമോൾ ദേശീയ മീറ്റിന് യോഗ്യത നേടിയത്. 17 മുതൽ 22 വരെ പൂനെയിൽ വെച്ചാണ് മത്സരം. ഞാൻ മാവടി GLP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റ് ക്യാരം ടൂർണമെൻറ്റിൽ സ്റ്റേറ്റിൽ എനിക്ക് ഫസ്റ്റ് ലഭിച്ചു. അതിനോടനുബന്ധിച്ച് 17-ാം തീയതി പൂനെയിൽ നടക്കുന്ന നാഷണൽ ഗെയിമിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട്. 2ാം തവണയാണ് എനിക്ക് നാഷണലിലേക്ക് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് മീറ്റ് ക്യാരം ടൂർണമെൻറ്റിൽ സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. കേരള കാരം റാങ്കിൽ 5ാം റാങ്കുള്ള സരിമോൾ 2ാം തവണയാണ് ദേശീയ മത്സരത്തിന് യോഗ്യത നേടുന്നത്. പ്രതിസന്ധിയിലായിരുന്ന മാവടി സ്കൂളിനെ കരകയറ്റുന്നതിലും നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് സരിമോൾ. മുമ്പ് 10-ൽ താഴെ മാത്രം വിദ്യാർത്ഥികളുണ്ടായിരുന്ന സ്കൂളിൽ നിലവിൽ 40ഓളം കുട്ടികളുണ്ട്. കോവിഡ് കാലത്ത് മാവടി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ച സരിമോളും മറ്റ് ജീവനക്കാരും ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കാൻ ഇടയാക്കിയത്. പ്രിയ അധ്യാപിക ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ആവേശത്തിലാണ് വിദ്യാർത്ഥികളും മറ്റ് അധ്യാപകരും. സിറ്റി വിഷൻ, രാജാക്കാട്. പുലർച്ചെയുള്ള നടത്തം ആരോഗ്യവും ഉന്മേഷവുമൊക്കെ നേടിത്തരും. ഒപ്പം സ്ഥിരമായി നടക്കാനെത്തുന്നവരുടെ നല്ല സൗഹൃദങ്ങളും. എന്നാൽ അടിമാലി മച്ചിപ്ലാവ് സ്വദേശിയായ ബൈജുവിന് പുലർച്ചെയുള്ള നടത്തം സമ്മാനിച്ചത് വ്യത്യസ്തമായൊരു സൗഹൃദമാണ്. എന്നും നടക്കാൻ ഒപ്പം എത്തുന്ന ഒരു തെരുവ് നായയുമായുള്ള സൗഹൃദം. ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ കണിശക്കാരനാണ് മുൻ സൈനികനായിരുന്ന ബൈജു. എല്ലാ ദിവസവും പുലർച്ചെ നടക്കാൻ പോകും. അങ്ങനെയുള്ള യാത്രയിലാണ് 4 മാസം മുമ്പ് ഒരു തെരുവ് നായയും ബൈജുവിനൊപ്പം ചേർന്നത്. ആദ്യമൊക്കെ നായയുടെ നടത്തം കാര്യമായി എടുത്തില്ല. എന്നാൽ തുടർന്ന് എല്ലാ ദിവസവും നായ ഒപ്പം നടക്കാൻ എത്തിത്തുടങ്ങിയതോടെ ബൈജു നായയെ ശ്രദ്ധിച്ചു തുടങ്ങി. സാദി എന്ന പേര് നൽകി. ബൈജു ഇവനെയും നടത്തത്തിൽ ഒപ്പം ചേർത്തു. ബൈജുവിന്റെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഉറ്റ സുഹൃത്തിനെ പോലെയാണ് നടത്തം. പുലർച്ചെ വഴിയരികിൽ നിൽക്കുന്ന തെരുവ് നായ്ക്കൾ ബൈജുവിനെ ആക്രമിക്കാതെ സാദി രക്ഷകനാകും. നടത്തമൊക്കെ നിർത്തി പിന്നീട് ജോലിക്ക് പോകുമ്പോഴും വാഹനത്തിന് പുറകെ ഓടി യാത്രയാക്കും. 4 മാസം മുമ്പ് ഞാൻ ഓടിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പെട്ടെന്ന് ഈ നായ്ക്കുട്ടി ചാടി വരുന്നത് എൻ്റെ മുമ്പിലേക്ക്. എന്നെ കുറച്ചുകൊണ്ടാണ് ചാടി വന്നത്. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ ഓടിയിട്ട് പുള്ളിയുടെ തലയിലും തട്ടി ഓടിയിട്ട് തിരിച്ചു വരുമ്പോൾ വീട് വരെ പുള്ളി എൻ്റെ കൂടെ വന്നു. എന്നെ കൊണ്ടുവന്ന് കൊടുത്തു. 2 ബിസ്ക്കറ്റ് കഴിച്ചിട്ട് പുള്ളി തിരിച്ചു പോയി. പിറ്റേ ദിവസം ഞാൻ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ഞാൻ ഓടാൻ ചെല്ലുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ഈ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ 22 കിലോമീറ്ററിൽ ഓടിയിരുന്നു. കണ്ടിന്യൂസ് ഇത്രയും കിലോമീറ്റർ ഈ പട്ടി എൻ്റെ കൂടെ ഓടി. എന്നെ വീട്ടിൽ വരെ കൊണ്ടുവന്ന് വിട്ടു. അങ്ങനെ 2 ദിവസം ഞാൻ ഓടാൻ പോയില്ല. 3ാമത്തെ ദിവസം ഞാൻ ഓടാനായിട്ട് റെഡി ആകുമ്പോഴത്തേനും രാവിലെ പുള്ളി എൻ്റെ വീട്ടിൽ എന്നെ വന്ന് കാത്തു നിൽക്കുകയാണ്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഡെയിലി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവൻ കൂടെ വരുന്നതുകൊണ്ട് ഞാൻ ഇവനെ ഒഴിവാക്കാനായിട്ട് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് പോയി. 15 കിലോമീറ്ററിൽ ഞാൻ സൈക്കിൾ ഓട്ടിപ്പോയി. 15 കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ ഈ പട്ടിക്കുട്ടി എൻ്റെ കൂടെ ഓടി. നടത്തത്തിലെ കൂട്ട് പതിവായതോടെ സാദി ബൈജുവിന്റെ വീട്ടിലെ ഒരംഗത്തെ പോലെയായി. ബൈജുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം പ്രിയപ്പെട്ടവനാണ് സാദി. സിറ്റി വിഷൻ, അടിമാലി. നെടുങ്കണ്ടം കോമ്പയാറിൽ JCB വീടിന് മുകളിലേക്ക് പതിച്ച് വീട് തകർന്നു. ജൽജീവൻ മിഷന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി എത്തിച്ച JCBയാണ് കുത്തിറക്കത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിഞ്ഞത്. പുഷ്പകണ്ഠം പതികാലായിൽ ബിന്ദുവിന്റെ ഭവനമാണ് പൂർണ്ണമായും തകർന്നത്. ജലജീവൻ മിഷന്റെ പ്രവൃത്തികൾ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ കുഴികൾ എടുക്കുവാനായി എത്തിച്ച JCB കുത്തിറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. ഡ്രൈവർ വാഹനം നിയന്ത്രിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതോടുകൂടി വാഹനം വീടിന് മുകളിലേക്ക് പതിച്ചു. വീട് ഏതാണ്ട് പൂർണ്ണമായും തകർന്നു.
ഈ വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ മാസമാണ് പൂർത്തിയായത്. ബാക്കിയുള്ള ചെറിയ പണികൾ കൂടി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി താമസിക്കാനിരിക്കവെയാണ് അപകടം സംഭവിച്ചത്. സംഭവ സമയം വീടിനുള്ളിൽ ആരുമില്ലാതിരുന്നതുമൂലം വൻ അപകടമാണ് ഒഴിവായത്. സമീപത്ത് വൈദ്യുത പോസ്റ്റുകൾ അടക്കമുണ്ടായിരുന്നു. വൈദ്യുത പോസ്റ്റുകളിലേക്ക് വാഹനം ഇടിച്ചിരുന്നെങ്കിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചേനെ. വാഹനം നിലവിൽ വീട്ടുമുറ്റത്ത് തന്നെ കിടക്കുകയാണ്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊക്രമുടിയിൽ ഭൂമി കയ്യേറ്റം നടന്ന സ്ഥലത്ത് നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ചൊക്രമുടി സംരക്ഷണ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. മൂന്നാറിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം. മൂന്നാർ കന്നിമലയിൽ ബൈക്ക് യാത്രികരെ പടയപ്പ ആക്രമിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാ ആനുവൽ ക്യാമ്പ് സമാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, എയിം റോഡ്, പെരുമ്പാവൂർ. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് കട്ടപ്പന. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം, പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ, പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ.